Meet the editors. SIR തീവ്ര ശിക്ഷയോ എന്നാണ് ചോദ്യം. പ്രതി ഒന്നടങ്കം BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റ വാചകത്തിൽ പറഞ്ഞതാണ് ഇത് പ്രായോഗികമല്ല. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു, പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവഗണിച്ചു. രണ്ടാം ഘട്ടത്തിലും ഇത് തന്നെ ആവർത്തിച്ചു. നമ്മൾ ഹൈക്കോടതിയിൽ പോയി, പക്ഷേ സുപ്രീം കോടതിയിൽ പോകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പക്ഷേ ഇന്ന് അനീഷ് ജോർജ് എന്ന് പറയുന്നൊരു BLO കേരളത്തിൽ, മുകേഷ് ജംഗി എന്ന് പറയുന്ന മറ്റൊരു BLO രാജസ്ഥാനിൽ, 2 ജീവനുകളാണ് ഒടുക്കിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അനീഷ് ജോർജിന് ആ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ളത് അച്ഛൻ തന്നെ സമ്മതിക്കുന്നു. നമ്മളിന്ന് പുറത്തുവിട്ട ഓഡിയോ രേഖകൾ, ഇനിയും പുറത്തുവിടാനിരിക്കുന്ന ശബ്ദരേഖകൾ, ഇതിലെല്ലാം BLOമാരുടെ കഷ്ടപ്പാട് തുടർച്ചയായി പറയുന്നുണ്ട്. ഇതൊരു തീവ്ര ശിക്ഷയായി മാറുകയാണോ BLOമാരെ സംബന്ധിച്ച്? ഉറപ്പായിട്ടും തീവ്ര ശിക്ഷയായി മാറി എന്നതിന് ഉദാഹരണമാണ് അനീഷിന്റെ മരണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 25,000-ഓളം വരുന്ന BLOമാരാണ് തെരുവിലിറങ്ങിയത്, പ്രതിഷേധവുമായി ഇറങ്ങിയത്. നവംബർ 4 തുടങ്ങി ഡിസംബർ 4 അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യന് സാധ്യമല്ലാത്ത രീതിയിലുള്ള വർക്ക് ലോഡാണ് അവർക്കുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. നേരത്തെ ഈ പട്ടികയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അങ്കണവാടി ടീച്ചർമാരും അങ്കണവാടി ജീവനക്കാരും ആശാ വർക്കർമാരുമാണ്. അവരെ ഏൽപ്പിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചുറ്റുപാടുമുള്ള വീടുകൾ അറിയാം, ആളുകളെ അറിയാം. അപ്പോൾ അത് ഇത്തവണ മാറ്റി കുറച്ച് അങ്കണവാടി ജീവനക്കാരുണ്ട്, പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല, കുറച്ച് പേരുണ്ട്, പ്ലസ് സർക്കാർ ജീവനക്കാർ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ ജീവനക്കാരായി വരുന്നത്, ഇപ്പോൾ സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്നപ്പോൾ അനീഷിൻ്റെ ഉദാഹരണം പറയുന്നത്, അനീഷ് സ്കൂളിലെ പ്യൂണാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പരിശീലനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കണക്കെടുക്കേണ്ടതെന്നുള്ള ഒരു പരിശീലനം, അവർക്ക് ചുറ്റുപാട് അറിയണമെന്നുമില്ല. വീട് വിട്ടാൽ ഓഫീസ്, വീട് വിട്ടാൽ സ്കൂള് വീട് എന്ന രൂപത്തിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു അനീഷ്. അധികം സംസാരിക്കുന്ന ഒരാൾ, ഒരു പാവം മനുഷ്യനായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പാവമായതുകൊണ്ടായിരിക്കുമല്ലോ ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാവം പിടിച്ച ഒരാളും ഈ ജോലി ചെയ്യുന്ന നല്ല ഭയപ്പാടോടുകൂടി ചെയ്ത ഒരാളുമാണ്. അപ്പോൾ ആ ഭയം എന്നുള്ള എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുമെന്നുള്ള ഭയം, അവനവനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഭയം, ആ ഭയം കൂട്ടുന്ന രൂപത്തിലാണ് പലപ്പോഴും ഉദ്യോഗസ്ഥർ പെരുമാറിയെന്നതിൻ്റെ തെളിവുകൾ നമ്മൾ തന്നെ ഇന്ന് എത്ര ശബ്ദരേഖകളും എത്ര നോട്ടീസുകളും എത്ര ഷോക്കോസ് നോട്ടീസുകളും പുറത്തുവിട്ടു. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല, അതായത് 60% എന്നുള്ളത് ടാർഗറ്റ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിന് താഴെയാണെങ്കിൽ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള അവർക്ക് കടലാസ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്തി അവരെ ടെർമിനേറ്റ് ചെയ്യൂ എന്ന് ഡെപ്യൂട്ടി കളക്ടർ പറയുന്ന ശബ്ദരേഖ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് കോഴിക്കോടാണ്. അപ്പോൾ ഇത് പലതരത്തിലാണ് ഈ സമ്മർദ്ദം. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത വനിതാ BLO, അവരുടെ പ്രതികരണം നമ്മൾ രാവിലെയും കേട്ടത്, അവർ വയനാട്ടിലുള്ള BLO ആണ്. ഏറ്റവും കൂടുതൽ BLOമാരായി ഏൽപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളെയാണ് എന്നൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഇതിനൊരു ജോലി സമയമില്ല. രാവിലെ പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ഉച്ചയാകുമ്പോഴേക്കും ഇത്ര പേർക്കെങ്കിലും കൊടുത്തു തീരണമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ, ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ചില്ല. ഇന്ന് അവർ പറയുന്നു ഉച്ചയ്ക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയത് ഒരു ഉദ്യോഗസ്ഥനെ കൂടി സഹായത്തിന് പിന്നീട് തന്നപ്പോഴാണ് എന്നുള്ളതാണ്. അങ്ങനെ പോകുന്നു. ഇനി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? വീടുകളിൽ പോയാൽ പലപ്പോഴും വീടുകളുടെ ഗേറ്റ് തുറക്കില്ല. ചിലർ ഭയങ്കരമായി ഇവരെയൊന്നും അപമാനിക്കുന്ന രൂപത്തിൽ, ഇത് അവരുടെ കൂടി ആവശ്യം, അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുക, വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കൃത്യം ആ ബോധ്യമില്ലാത്തതുകൊണ്ടാകാം പലരും വാതിൽ തുറക്കില്ല. ഇനി വാതിൽ തുറന്നാലോ, നിങ്ങൾ എന്താണ് ഈ സമയത്ത് വന്നത് എന്നുള്ള ചോദ്യം. അവരൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്തിന് എത്തണം. അവരാണെങ്കിൽ ഇത് പൂർണ്ണമായി എത്തുമ്പോൾ ചിലപ്പോൾ സന്ധ്യാനേരത്തായിരിക്കും, രാത്രിയായിരിക്കാം എത്തുന്നത്. അപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കുന്നവരുണ്ടാകും. ഇനി പ്രായമായുള്ള വീടുകളിൽ ചെല്ലുകയാണെങ്കിൽ പ്രായമായവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അത് ഫിൽ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായി അറിയില്ല. അപ്പോൾ അത് 1 മുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അതിനെടുക്കുന്ന സമയം. അപ്പോൾ അതൊരു വിഷയം. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു വീട്ടിലെ തന്നെ പല ആളുകൾ പല ബൂത്തിലായിരിക്കും വോട്ട്. അതൊരു പ്രശ്നം. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്തതിനു ശേഷം പിന്നെ അടുത്ത വീട്ടിൽ പോയതിനു ശേഷം വരേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പല ബൂത്തുകളായി പല വാർഡുകളായുള്ളവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത BLO അവരുടെ വാർഡിലല്ല, വേറെ വാർഡുകളിലേക്ക് പോകേണ്ടി വന്നു. ഒരു തരത്തിലും ഒരു ധാരണയില്ലാണ്ട് ജോലി ചെയ്യേണ്ടി വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആളുകളെക്കുറിച്ച് അറിയില്ല, ആ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ചിലർ പറയുന്നു അവർ സ്ഥലം മാറിപ്പോയെന്ന്. അപ്പോൾ ആ സ്ഥലം മാറിപ്പോയവരെ തപ്പി വീണ്ടും പോകുന്നു. എന്തൊരു ദുർഘടം പിടിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും അവരെ സംബന്ധിച്ച് ഇത്ര സമയത്തോട് തീർക്കണമെന്നുള്ള, ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുള്ള ഭീഷണി മുഴങ്ങുന്ന സാഹചര്യം. അപ്പോൾ ഇത് ഒരു തരത്തിലും മനുഷ്യ സാധ്യമല്ല എന്നുള്ളൊരു വിഷയമാണ് വരുന്നത്. ഇപ്പോൾ അനീഷിൻ്റെ കാര്യത്തിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നാണ്. ആ സമ്മർദ്ദം ഉണ്ടായി എന്നതിന് തെളിവുകളാണല്ലോ നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് അങ്ങനെയല്ല എന്ന് പറയുക എന്നുള്ളതാണ്. ഇനി സാങ്കേതികമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരിമിതിയുണ്ട്, COക്ക് പരിമിതിയുണ്ട്. അതായത്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച കാര്യം നടപ്പാക്കുക എന്നല്ലാതെ നിർവാഹമില്ല എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയിൽ രത്തൻ ഖേൽക്കർ പറഞ്ഞിരിക്കുന്നത്. അത് സാങ്കേതികമായി ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന സാഹചര്യം അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ജ്ഞാനേഷ് കുമാർ കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ബീഹാറിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകം. അതിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ കുറേ ഉദ്യോഗസ്ഥരെങ്കിലും ആ ജോലിയിലാണ്. ആ ജോലിയും ഈ ജോലിയും ചെയ്യണമോ, ഈ ജോലി തീർത്തിട്ടാണോ ആ ജോലി ചെയ്യേണ്ടത്, ആകെക്കൂടി പ്രശ്നമാണ്. ഇനി ബി എൽ എമാരുടെ സഹായം തേടാമല്ലോ. BLA എന്ന് വെച്ചാൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ, അതായത് രാഷ്ട്രീയ പാർട്ടികളിൽ വിട്ടുകൊടുക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BLA സഹായം തേടുമ്പോൾ BLA ഇല്ല എന്ന് വെച്ചാൽ അവരും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരക്കിൽ പോവുകയാണ്. അവർ രാഷ്ട്രീയ പാർട്ടിയിലെ പകുതി നേതാക്കളും പോവുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത വനിതരുടെ കൂടെ ആരുമില്ലെന്നേ, രാഷ്ട്രീയ നേതാക്കളെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇവരുടെ സംശയം തീർക്കാൻ ആരും കൂടെ വരാനില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആളുകൾക്കും സംശയം, അത് നികത്താൻ ഇവർക്ക് പറ്റുന്നില്ല. ആകെക്കൂടെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇനി അനീഷിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അനീഷിൻ്റെ വിഷയത്തിൽ മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട് എന്നുള്ള ഒരു ശബ്ദരേഖയാണല്ലോ ഇന്നിപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഇത് വൈശാഖ് എന്ന കോൺഗ്രസിൻ്റെ BLA അനീഷിനോട് സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണ്. അതിൽ അയാൾ പറയുന്നുണ്ട്, 2 ദിവസം പോയപ്പോൾ വൈശാഖാണ് കൂടെ പോയത്, ഇനി നിങ്ങൾ വരണ്ട കേട്ടോ, അവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നു. അപ്പോൾ അവർ എന്ന് പറയുന്നത് CPM ആണോ, ഞങ്ങളല്ല എന്ന് CPM പറയുന്നു. പക്ഷേ നമുക്കറിയാവുന്നതാണ് പയ്യന്നൂർ CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ അവർ എന്ന് പറയുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല. എന്നാലും അങ്ങനെ ഒരു സമ്മർദ്ദം, അതിനൊരു മറ്റു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വൈശാഖ് ഒരു BLA മാത്രമല്ല, അവിടുത്തെ 1-ാം വാർഡിലെ UDFൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ കൂട്ടിപ്പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. സ്ഥാനാർത്ഥി കൂട്ടി പോകുമ്പോൾ അതുവഴി വോട്ട് മേടിക്കാനാണോ BLA കൂടെ പോകുന്നത് എന്നുള്ള വിഷയമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വിഷയം. അപ്പുറത്ത് CPMൻ്റെ BLA പോകുന്നില്ല, പോയില്ല. പകരം പോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവുമാണെന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. അപ്പോൾ 2 വശത്തും ആ ഒരു പ്രശ്നമുണ്ട്. BLA പോകുന്ന BLA സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ അങ്ങനെ നിയമമൊന്നുമില്ല, ചട്ടമൊന്നുമില്ല. പക്ഷേ ധാർമ്മികമായി ശരിയാണോ എന്നൊരു വിഷയം, ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ആ ശബ്ദരേഖ അവിടെ പുറത്തു വരുന്നു. അത് ഉദ്ദേശിച്ച CPMനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതാണ് മരണകാരണം എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സമ്മർദ്ദം, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കിടെ അതുകൂടി വരുമ്പോൾ ഉള്ളൊരു വിഷയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഏറ്റവും വലിയ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തിയിരിക്കുന്ന ഈ കാര്യം തന്നെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ബീഹാറിൽ ഈ വോട്ടപ്പട്ടികയിൽ നിന്ന് 68 ലക്ഷം പേർ എങ്ങനെയായിരിക്കും പുറത്തു പോയിട്ടുണ്ടാകുക? നമുക്കിപ്പോൾ കേരളത്തിൽ അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരാണ്, കാര്യങ്ങൾ കുറച്ചുകൂടി അറിയുന്നവരാണ്. അവരുടെ കാര്യത്തിൽ പോലും കൃത്യമായി ഇത് രേഖപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ബീഹാറിലൊക്കെ നമുക്കറിയാം അവിടുത്തെ ഒരു വിദ്യാഭ്യാസ അവസ്ഥ എന്താണ്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് അത്രയും പേരെ പുറത്താക്കിയെന്നുള്ളതാണ്. ഇവിടെ ഇപ്പം നമുക്ക് നോക്കൂ, ഷുക്കൂർ, ആലപ്പുഴയിലെ കോൺഗ്രസ് മുൻ MLA ഷുക്കൂറും കുടുംബത്തിലെ 4 പേരടക്കം പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വിഷയമായി അവിടെ നിൽക്കുകയാണ്. ഈ സമ്മർദ്ദം അതിജീവിക്കാൻ ഇനിയിപ്പോൾ ആകെ ഒരു സാധ്യതയുള്ളത് കോടതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു സുപ്രീം കോടതിയിലേക്കാണ് പോകേണ്ടത്. കേന്ദ്രമെടുത്ത തീരുമാനത്തിൽ ഇവിടെ ഇടപെടാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് ഹൈക്കോടതി പ്രതികരിച്ചത്. സുപ്രീം കോടതിയിലേക്ക് നീട്ടിത്തരണമെന്ന ആവശ്യമായി ലീഗ് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് കോൺഗ്രസും പോകുന്നു എന്ന് പറയുന്നു. CPMൻ്റെ ആവശ്യവും അത് തന്നെയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസും CPM ഒരുമിച്ചാണ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള കാര്യം. പക്ഷേ അത് നടപ്പായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ഈ സമ്മർദ്ദം തുടർന്നാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അനീഷിൻ്റെ മരണത്തിന് ശേഷം ഒരൊറ്റ BLAമാരെയും ആരും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തിനായിരുന്നു ആ ഭീഷണി? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതൊരു തീവ്ര ശിക്ഷയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ശബ്ദരേഖകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. SIR കേരളത്തിൽ BLOമാർക്ക് ഒരു തീവ്ര ശിക്ഷയായി മാറുകയാണ്. ജിമ്മി, SIR കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നത് 2002-ൽ. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ വോട്ടർ പട്ടിക. ആ വോട്ടർ പട്ടിക എല്ലാ 20 വർഷം കൂടുമ്പോഴും പരിഷ്കരിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നേരത്തെ മുതലുള്ള നോമാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ 2002-ൽ നമ്മൾ 2020-ലേക്ക് എത്തുമ്പോൾ വളരെ വലിയ മാറ്റമാണ്. 2002-ൽ SIR പരിഷ്കരണം എത്ര നാളുകൊണ്ടാണ് എടുത്തതെന്ന് അറിയാമോ? 2 വർഷം. 2004 ആകുമ്പോഴാണ് ഈ വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിച്ചത്. ഒരാൾക്കും പരാതി ഉണ്ടായില്ല, ആരും വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, ബീഹാറിൽ 1 മാസം, കേരളത്തിലേക്ക് വരുന്നു 1 മാസം. ഇതേ ബീഹാറിൽ നമ്മൾ കണ്ടതാണ് ഒരു BLO ക്യാമറ ദൃശ്യങ്ങൾക്ക് മുമ്പിലാണ് നിരത്തിയിരുന്ന് ഈ ഫോമുകൾ ഒപ്പിട്ട് തള്ളുകയാണ്. ഒറ്റയ്ക്ക് ഒരു BLO ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കണ്ടതാണ്. വേറെ വഴിയില്ല. ഇതിനകത്തുള്ള വിഷയം നമുക്ക് മനസ്സിലാവാത്തത് കേരളത്തിൽ പുള്ളി തന്നെ ഫില്ല് ചെയ്യണം. അതേ പറ്റൂ. 1 മാസത്തിനിടയ്ക്ക് അതല്ലേ നടക്കൂ.
പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് തീരുമാനിച്ച ആളുടെ പേര് ജ്ഞാനേഷ് കുമാർ എന്ന് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിപാടി പരമാവധി വോട്ടർമാരെ വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണെങ്കിൽ പരമാവധി വോട്ടർമാരെ ഒഴിവാക്കുക, സൗകര്യമുള്ളവൻ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ കുറച്ച് മെനക്കെട്ട് വന്നവർ മാത്രം വന്നാൽ മതി വോട്ടർ പട്ടികയിലേക്ക് എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് ഇന്ത്യൻ ജനാധിപത്യം നടക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ മെനക്കെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഡോക്യുമെൻ്റ് കൊണ്ടുവന്ന് 1 മാസത്തിനകം ഓടിപ്പിടിച്ച് രേഖ കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല. ഓൾ ഇൻക്ലൂസീവ് എന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ ഓൾ എക്സ്ക്ലൂസീവായ ഒരു ഓട്ടോക്രാറ്റിക് സംവിധാനത്തിലേക്ക് മാറ്റാൻ ചരട് വലിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഇത് രേഖപ്പെടുത്താൻ പോവുകയാണ്. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മളതുകൊണ്ടല്ലേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ചോദിക്കുന്നു, എടാ 1 മാസം കൊണ്ട് ഇത് എങ്ങനെയാണ് തീരുക? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു വിഷയമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർമാരാരും ഈ പട്ടികയിൽ ഉണ്ടാകണമെന്ന് ഒരു താല്പര്യവുമില്ല. സൗകര്യമുള്ളവൻ വന്നാൽ മതി എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ. എന്നിട്ട് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴല്ലേ ഈ 1 മാസം കൊണ്ട് തീർക്കുക എന്ന് പറയുന്നൊരു യുക്തി വർക്ക് ചെയ്യുക. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമ്മൾ വെറുതെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ പാവം പിടിച്ച ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല. മോളിൽ നിന്ന് വന്ന ഉത്തരവാണ്. ആ ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ 1 മാസം എന്ന് പറഞ്ഞാൽ 1 മാസം. ഇതെല്ലാം ബഹളം വെച്ച് നമ്മൾ തിരുവനന്തപുരത്ത് നാളെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ കമ്മീഷണറെ പോയി ഖരാബ് ചെയ്ത് അയാൾ എന്ത് ചെയ്യാനാ? നടക്കില്ല. ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശം ഇതാണ്. ഇത് അടിസ്ഥാനപരമായ പ്രശ്നം. അതിലും പക്ഷേ മനസ്സിലാവാത്ത കാര്യം, കുറച്ചെങ്കിലും ഒരു തലയ്ക്ക് വകതിരിവുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, തദ്ദേശം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളെ ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തകരുടെ ഉത്സവമാണ്, അവരുടെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനൊരു വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ അതെ, ഈ അവരടക്കമുണ്ട്. അപ്പോൾ ഇവരെന്താ വിചാരിച്ചത്? ഞങ്ങൾ കുറേ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കുന്നു. ആ ഉദ്യോഗസ്ഥർ 25,000-ഓളം BLOമാരുണ്ട്, ബൂത്ത് ലെവൽ ഓഫീസേഴ്സാണ്. ഓരോ ബൂത്തിലും ഒരു ഉദ്യോഗസ്ഥൻ. അവരിതങ്ങ് നടപ്പിലാക്കുമെന്ന് മോളിൽ നിന്ന് തിട്ടൂരമിറങ്ങിയാൽ അത് നടക്കുന്ന ഒരു സംവിധാനമാണോ? 1300-നടുത്ത ആളുകളുണ്ട് ഒരു ബൂത്തിൽ. ഈ 2002 പട്ടിക അടിസ്ഥാനമാക്കി ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ഈ ഇതിലെ ഒരു 10-20%, 30% ആളുകളിൽ ആ ബൂത്തിലുണ്ടാവില്ല. അപ്പോൾ വേറെ തപ്പിപ്പോണം. ഇത് ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ സാമാന്യ ബുദ്ധിയിലോ അയാളുടെ അനുഭവ പരിചയത്തിലോ നടക്കില്ല. എന്ന് മാത്രമല്ല, ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി ഉള്ളതുകൊണ്ട് പുതിയ ബൂത്ത് ലെവൽ ഓഫീസർമാരെയാണ് നിയമിച്ചിരിക്കുന്നത്. പണ്ട് ആശാ വർക്കർമാരും അതുപോലെ തന്നെ അംഗനവാടി പ്രവർത്തകരുമായിരുന്നെങ്കിൽ അവർക്ക് നാട്ടിൽ കുറച്ചുകൂടെയൊക്കെ വിവരമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെ മാറ്റിയിട്ട് പുതിയ ആളുകളാണ് വെച്ചിരിക്കുന്നത്. അവരെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടി ചേർന്നിട്ട് അവരൊരുമിച്ചാണ് ഈ കാര്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത്. അങ്ങനെയേ നടക്കൂ. പക്ഷേ എന്താണ് കുഴപ്പം? തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ ഈ കണ്ണൂർ നടന്ന സംഭവത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഒരു BLO ആത്മഹത്യ ചെയ്യാൻ കാരണമായി പറയുന്നത് കൂടെ ഒരു BLA ബൂത്ത് ലെവൽ ഏജൻ്റായിട്ട് പോയ കോൺഗ്രസ്സുകാരൻ അവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ്. അതങ്ങനെയല്ലേ വരൂ. ഇനി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത ആളൊക്കെയാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കുക. അവർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഈ വോട്ടർ പട്ടികയുടെ ഭാഗമാകാനുള്ള സമയമോ ശേഷിയോ ഇല്ല. കാരണം അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ തെരഞ്ഞെടുപ്പ് ശക്തമായി നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ നടക്കുമ്പോഴാണ് ഈ പരിപാടിക്ക് പോകേണ്ടത്. അല്ലെ പിന്നെ ബൂത്ത് ലെവൽ ഓഫീസറുടെ കൂടെ പാർട്ടിയുടെ സ്ലിപ്പുമായിട്ട് പോകേണ്ടി വരും തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കാൻ. അത് നടക്കുമോ? അത് നടക്കില്ല. ചുരുക്കത്തിൽ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഇതങ്ങ് പട്ടിക അങ്ങ് നടപ്പിലാകുമെന്ന് ധരിച്ചു വശായ ഒരു വലിയ മണ്ടത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന്, അത് SR എന്ന് മൂളിയ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഈ സംവിധാനത്തിന് മുഴുവനുണ്ടായി. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും ഈ പ്രോസസ്സിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ പാരയാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഈ 2024-25 പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഈ പട്ടിക അടുത്ത 20 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാനമാണ്. അവിടെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായി സഹകരിക്കുന്നില്ല. അവസാനം BLOമാർ ഒറ്റയ്ക്ക് അവർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് പൂട്ടാനാണ് പോകുന്നത്. അവസാനം ബീഹാറിൽ നമ്മൾ കണ്ട 60 ലക്ഷം, മറ്റു സ്ഥലങ്ങളിൽ കണ്ട ലക്ഷങ്ങൾ, അതുപോലെയൊക്കെ ആളുകൾ ഇവിടെയും പുറത്തു പോയിന്ന് വരും. പക്ഷേ ആകെ ഉണ്ടായൊരു പ്രശ്നം, ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ടും തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് അത് വോട്ട് ചെയ്യാൻ മാത്രമല്ല മറ്റ് പല കാര്യത്തിനും അടിസ്ഥാന രേഖയാണ് ആകും എന്നുള്ളത് കൊണ്ട് വളരെ കാര്യമായി അതിലെത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇനി BLOമാരായി വരുന്ന ആളുകളോ, സംസ്ഥാനത്ത് BLOമാരായി വരുന്നവർ ആരാണ്? ക്ലാസ് 3 ഉദ്യോഗസ്ഥരാണ്. ഈ ക്ലാസ് 3 ഉദ്യോഗസ്ഥർ വളരെ ഇപ്പം മുകളിൽ നിന്ന് കളക്ടറാണ് മുകളിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് മുകളിൽ നിൽക്കുന്നത്. അവർ പറഞ്ഞാൽ അത് കല്ലേൽ പിറക്കുന്ന രാജാജ്ഞയായി പറയുകയാണ്. അപ്പോൾ അവരൊന്ന് വിളിച്ച് വിരട്ടിയാൽ വരണ്ടു പോകുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇന്ന് ആത്മഹത്യ ചെയ്ത മനുഷ്യൻ്റെ ജോലി ഉണ്ട്, അദ്ദേഹം ഒരു പിയൂണാണ്. നിങ്ങളെ ഒരു കളക്ടറെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ സാർ തിങ്കളാഴ്ച വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ശരിയായിക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പോകുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു പോകും.
ഒരു പുല്ലും ചെയ്യില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും പാവപ്പെട്ട, സർക്കാർ ശ്രേണിയിലെ ഏറ്റവും താഴെ നിൽക്കുന്ന മനുഷ്യരാണ് ഈ BLOമാർ. അവരുടെ പുറത്താണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ അവർ താങ്ങും? ഒരാത്മഹത്യ നടന്നുള്ളൂ എന്നുള്ളതാണ് അത്ഭുതം. അങ്ങനെയാണ് കരുതേണ്ടത്. ഇവിടെ ഒരു അടിസ്ഥാനപരമായ വിഷയം, മുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഒരു മാസം കൊണ്ട് കേരളത്തിലെ പ്രോസസ്സ് പൂർത്തിയാക്കണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശമാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരമായി. എന്താണ് ഇദ്ദേഹം ചെയ്യുക? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധിയായ ഓഫീസർ എന്താ ചെയ്യുക? അദ്ദേഹം താഴേക്ക് ഈ പ്രഷർ കൊടുക്കും. അവസാനം വന്ന് ഇപ്പോൾ നമ്മുടെ ഒരാൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 150 വാർഡുണ്ട്. ഈ 150 വാർഡിലെ ആളുകൾ BLOമാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതിനെക്കുറിച്ച് കമ്പാരിസൺ ഷീറ്റുണ്ട്. മോശമായി ചെയ്താൽ ചുവന്ന വര, അല്പം മെച്ചപ്പെട്ട് ചെയ്താൽ മഞ്ഞ വര, അതിനുശേഷം വയലറ്റ് വര, എന്നിട്ട് എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ മെസ്സേജുകളാണ്, ഭീഷണിയാണ്. വരണ്ടു പോകില്ലേ? വളരെ സാധാരണക്കാരെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വെച്ച് അപമാനിക്കുകയാണ്. ഒരു കുറച്ചുകൂടെ ലെവലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ നമുക്ക് കാണാം, എനിക്ക് സൗകര്യപ്പെട്ടില്ല എന്ന് തിരിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാകും. പക്ഷേ വളരെ പാവപ്പെട്ട ഒരു സർക്കാർ സ്കൂളിലെ ഒരു പിയൂണിനോട് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ അയാൾ പേടിച്ചു മരിച്ചു പോകും. ആത്മഹത്യ രണ്ടാമതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പോലെ മാറ്റി, പരമാവധി ആളുകളെ ചേർക്കുന്ന അവാർഡ് വാങ്ങിക്കാനുള്ളൊരു യുദ്ധമാക്കി മാറ്റി, ഓരോ ജില്ലയിലെയും ഉദ്യോഗസ്ഥർ നടത്തുന്ന, എന്താ പറയുക, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയും, ആ രീതിയിൽ മുകളിൽ നിന്ന് താഴേക്ക് 10 തീരുമാനങ്ങൾ അതുപോലെ നടപ്പാക്കാനുള്ള വാശിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു മാസം കൊണ്ട് ഈ പ്രോസസ്സ് തീരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ വാശിയാണ്. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു താല്പര്യമില്ല. സംസ്ഥാന തലത്തിൽ എങ്ങനെയെങ്കിലും നടപ്പിലാക്കി കളയണം, അല്ലെങ്കിൽ അത് എൻ്റെ ഇമേജിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ വാശിപ്പുറത്ത് അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. അവസാനം ഉറപ്പായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കോടതിയിൽ പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ മാസം അടുത്ത മാസം 4-ാം തീയതി ആകുമ്പോഴേക്കും ഈ ലിസ്റ്റ് ഒരു പൂർത്തിയാക്കും. ഒരുപാട് ആളുകൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. പ്രശ്നം ആർക്കാണ്? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് കേരളത്തിലെ ഒരുപാട് ആളുകൾ പുറത്തു പോകാൻ പോവുകയാണ്. ഒരുപാട് BLOമാർ ഇനിയും മാനസിക വ്യഥ അനുഭവിക്കാൻ പോവുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വളരെ വലിയ ഒരു മണ്ടത്തരത്തിലേക്ക് പോകും. അവർക്ക് വേറെ വഴിയില്ല. ഞാൻ സംസാരിച്ച രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞത് ഇത് വേണോ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും കോർപ്പറേഷനാണെങ്കിൽ വാർഡുകളിലെയും സീറ്റിൽ സ്ഥാനാർത്ഥി ജയിക്കണോ? തൽക്കാലം ഇത് നമുക്ക് ചെയ്യാം, ബാക്കി പിന്നീട് ആലോചിക്കാമെന്ന് പറയുകയാണ്. അതിനും വേറെ വഴിയില്ല. ഇതിൻ്റെ എല്ലാം മുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതൊരു വിഷയമല്ല. കാരണം എല്ലാവരെയും നഷ്ടപ്പെട്ട് പോയവരെ കൂടെ വോട്ടർമാരാക്കുക എന്നുള്ളതല്ല, പരമാവധി ആളുകളെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. ദ ഓൾ എക്സ്ക്ലൂസീവ് എലക്ഷൻ ഡ്രാമയാണ് നടക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം എക്സ്ക്ലൂസീവ് ആയ കുറേ പേരെ മാത്രം ചേർക്കാനുള്ള ഒരു പദ്ധതിയായി മാറുകയാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പല സംസ്ഥാനങ്ങളിലെയും നടപടിക്രമത്തെക്കുറിച്ചുള്ള സംശയം വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ പുറത്തു പോവുക വളരെ പാവപ്പെട്ടവരും വളരെ സമൂഹത്തിൻ്റെ അരികിൽ ജീവിക്കുന്ന ആളുകളുമായിരിക്കും. അവർ വോട്ട് ചെയ്തെങ്കിൽ ആർക്കാണ് നഷ്ടം? വേറൊരു രീതിയിൽ പറയാം, കേരളത്തിൽ ഒരു പക്ഷേ വാശിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുമായിരിക്കും. കേരളത്തിന് പുറത്തേക്ക് പോയാൽ, നോർത്ത് ഇന്ത്യയിൽ പോയാൽ, ഒരു സെമി കേഡർ സ്വഭാവത്തിലെങ്കിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അത് BJP ആണ്. BJPക്ക് കീഴിലുള്ളവരാണ്. അവർക്ക് ഓരോ പേജിനും പന്ന പ്രമുഖ അടക്കമുള്ള സംവിധാനമുള്ള പാർട്ടിയാണ് BJP. കോൺഗ്രസിനൊന്നും ഒരു സംവിധാനവുമില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആ തരത്തിൽ ആലോചിച്ച് നോക്കിയാലും ആർക്കാണ് ഗുണം? അതുമായിരിക്കാം ഇവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തോട് തീരെ ബഹുമാനമില്ലാത്ത ഒരു നടപടിക്രമമായി 2022 2 വർഷം എടുത്ത പ്രോസസ്സിനെ, അതിൻ്റെ ആദ്യഘട്ട പ്രോസസ്സിനെ വെറും ഒരു മാസമായി ചുരുക്കുന്ന പരിപാടിക്ക് എന്താണ് ചരിത്രം പേരിടുക? അത് നമുക്ക് കാണാം. SIR തീവ്ര ശിക്ഷയോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇതൊരു തീവ്ര വധശിക്ഷയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ആ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. ഈ 2 പേരെ, അനീഷ് ജോർജ് എന്ന് പറയുന്ന കണ്ണൂരിലുള്ള ഏറ്റുകുടുക്കയിലെ കങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 18ാമത്തെ വാർഡിലെ ബൂത്ത് ലെവൽ ഓഫീസറെയും രാജസ്ഥാനിൽ ജയ്പൂരിലുള്ള മുകേഷ് ജംഗി എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകനെയും കൊലയ്ക്ക് കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പല കാരണങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കാം. ആദ്യം ഞാൻ ഈ ഫോമിലേക്ക് തന്നെ വരാം. ഏറ്റവും സങ്കീർണവും അശാസ്ത്രീയവുമായൊരു ഫോമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന SIR ഫോം. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ബിരുദധാരിയായ ആളിന് പോലും ഈ ഫോം എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുണ്ടാവില്ല. ഇന്ന് ഞങ്ങൾ ഒരു BLOയെ ഈ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നത് വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ പോലും നമുക്ക് നിരവധി സംശയങ്ങൾ ബാക്കിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇതിന് 2ാമത്തെ ഭാഗത്ത് 2002 ഉൾപ്പെട്ടിട്ടുള്ളവരും ഉൾപ്പെടാത്തവരും പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളുണ്ട്. ഇതിലൊരു ഭാഗം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ.
അത് നമുക്ക് പൂരിപ്പിക്കാം. അതിൽ വോട്ടറുടെ പേരുണ്ട്, വോട്ടറുടെ വോട്ടർ ID കാർഡിൻ്റെ നമ്പറുണ്ട്, ബന്ധുവിൻ്റെ പേര്, അത് ആരുടെ പേര്, അച്ഛൻ്റെ പേര് കൊടുക്കാം, പിന്നീട് ജില്ല, ആ ബന്ധം, ഇതെല്ലാം കൊടുക്കാം. അത് നമുക്ക് പൂരിപ്പിക്കാമെന്ന് വെക്കാം. പക്ഷേ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തയാൾ എങ്ങനെ പൂരിപ്പിക്കണം? കോളം തുടങ്ങുന്നത് തന്നെ മുൻ കോളത്തിൽ അവസാന SIR-ൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിൻ്റെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താണെന്ന് ഞാൻ BLO ചോദിക്കുമ്പോൾ BLOയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ BLO പറഞ്ഞെന്തറിയോ, 2002 തുടങ്ങി 2004 വരെയുള്ള വോട്ടർ പട്ടിക പോയി അന്വേഷിക്കാം. കോളം എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? മുൻ കോളത്തിൽ അവസാന SIR-ൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ 2002 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തയാൾ അയാളുടെ രക്ഷിതാവിന്റെയും രക്ഷിതാവിന്റെയും ID എഴുതേണ്ട കോളമാണ്. ഈ കോളത്തിലാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. തലക്കോളമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മിനിമം ഉത്തരവാദിത്വം വേണം. സാധാരണക്കാരായ ഒരാളിന് ഇത് വായിച്ചു നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ലഘൂകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇത് പുറത്തിറക്കുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇത് ഇന്ത്യ മുഴുവൻ വിതരണം ചെയ്ത ഫോമാണെന്നേ. ഈ ഇന്ത്യ മുഴുവൻ വിതരണം ചെയ്തിരിക്കുന്ന ഫോമിൽ സമ്പൂർണ്ണ സാക്ഷരരെന്ന് പറയുന്ന കേരളത്തിലെ വോട്ടർമാർക്ക് ഇത് പൂരിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെന്തായിരിക്കും ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി എന്തായിരിക്കും ആസാമിൽ സംഭവിക്കാൻ പോവുക? എന്തായിരിക്കും പശ്ചിമ ബംഗാളിൽ സംഭവിക്കാൻ പോവുക? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് എങ്ങനെയാണോ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം BJP എന്ന പാർട്ടിയെ പിന്തുണച്ചത്, ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വോട്ടർമാരെ ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢമായ പദ്ധതിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന SIR ഫോം എന്ന് എനിക്ക് വിമർശിക്കേണ്ടി വരും. ഇത് കാരണം ഇത് മനസ്സിലാവുന്നില്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു നിരക്ഷരായ വീട്ടിൽ 5-6 പേരുള്ള പ്രായമുള്ള ആളുകളുള്ളൊരു വീട്ടിൽ പോയി ഒരു BLO എങ്ങനെയാണ് ഇത് വിശദീകരിച്ചു കൊടുക്കുക? തെറ്റില്ലാതെ ഈ എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിച്ച് വാങ്ങുക? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഫോമിൽ തന്നെയുണ്ട് ഈ പ്രശ്നം. ഇത് സാധാരണ രീതിയിൽ കൊടുത്ത് പെട്ടെന്ന് ഫില്ല് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്നൊരു ഫോമാണെങ്കിൽ ഇത് ഇത്ര സമയമെടുക്കില്ല. ഞാനിന്ന് പോയി എൻ്റെ ഒരു സഹോദരിയോട് കൂടിയായ BLO ഓഫീസിലൂടെ സംസാരിച്ചു. അവരൊരു UP സ്കൂൾ ടീച്ചറാണ്. അവർ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നത്, മോനെ ഇത് എങ്ങനെയെങ്കിലും നീ എവിടെയെങ്കിലും പറയണം. ഇത് ഞാൻ കേരളത്തിലെ മുഴുവൻ BLOമാർക്കുമായി പറയുന്നതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു BLOമാരുണ്ടാവും. അവർ ഇതേപോലെ രാവ് പകലാക്കി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ആ ചേച്ചി വീട്ടിലെ പണിയും കഴിഞ്ഞതിനു ശേഷം, ആ വീട്ടിലെ അച്ഛനെയും അമ്മയും നോക്കിയതിനു ശേഷം ഈ രാത്രി മുഴുവൻ ഇരുന്നും ഇത് മുഴുവൻ ആപ്പിൽ കയറ്റിക്കൊണ്ടിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കൂ, ഈ സമയക്രമം എത്ര അസംബന്ധമാണ് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു. നേരത്തെ ജിമ്മി പറഞ്ഞു 24 മാസമെടുത്തൊരു പ്രക്രിയ ഇക്കുറി 20 വർഷത്തിന് ശേഷം 23 വർഷത്തിന് ശേഷം ഒറ്റ മാസം കൊണ്ട് നടത്തണമെന്ന് നിർബന്ധം പിടിക്കുക. 24 മാസം 30 ദിവസം 24 ദിവസം കൊണ്ട്, അതായത് 700-ലേറെ ദിവസങ്ങൾ കൊണ്ട് ചെയ്ത ഒരു കാര്യം 30 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോൾ അതിന് പിന്നിലെ താല്പര്യം എന്താ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടിന് സമാനമായൊരു നിഗൂഢ രാഷ്ട്രീയ താല്പര്യം ഇലക്ഷൻ കമ്മീഷണർക്കുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇതിലെടുത്തിരിക്കുന്ന ഷെഡ്യൂളോ, ആസൂത്രണത്തിലിരിക്കുന്ന ഷെഡ്യൂള് ഞാൻ ഇന്നിപ്പോൾ ആ BLOയോട് ചോദിക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞു ഫോം 4-ാം തീയതി കൊടുത്തു ഇവരുടെ കയ്യിൽ. എത്ര കെട്ടാ കൊടുത്തെന്നറിയാമോ? ആദ്യം ഒരു 300 ഫോം കൊടുത്തു. ആ 300 ഫോം കൊടുത്തപ്പോൾ ഒരു പ്രശ്നം, 6-7 കുടുംബങ്ങളുള്ള വീട്ടിൽ പോകുമ്പോൾ അവിടെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയുടെയും കാണും, ചേട്ടൻ്റെയും മുത്തശ്ശിയുടെയും കാണത്തില്ല. ആ ഫോം പിന്നെ കൊടുക്കുന്നത് 2ാമത്തെ തവണ കൊടുക്കുന്ന ഫോമിനകത്താണ്. ഈ വീട് കഷ്ടപ്പെട്ട് ഈ BLO പോയി കണ്ടുപിടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും 2ാമത്തെ സെറ്റ് കൊടുക്കുമ്പോഴാണ് വീണ്ടും പോയി വീട്ടിൽ പോകണം. ചിലപ്പോൾ അവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള വീടായിരിക്കും. ഈ ബൂത്തിൻ്റെ ഈ മലയും കുന്നും കയറി രാത്രി പകലാക്കി മനുഷ്യർ വിളക്ക് വേണ്ടി നടക്കുക. എന്തിനാ? BLOമാർ ഈ പറയുന്ന പേര് ചേർക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കറിയോ, ആദ്യം 4-ാം തീയതി ഫോം കൈ കൊടുത്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഷെഡ്യൂൾ ഇട്ടു 11-ാം തീയതിക്ക് മുമ്പ് ഫോം തിരിച്ചു കൊടുക്കണം. പറ്റൂലാതെ കട്ടായം പറഞ്ഞു. 20% പോലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ ദിവസം ചില BLOമാർ പോയി അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി പൂരിപ്പിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ പോയി ഇവർ പൂരിപ്പിച്ച് തിരിച്ചെടുത്ത് വന്ന് വീട്ടിൽ അവസാനം എണ്ണി നോക്കുമ്പോൾ 22 ഫോം. ഒരു ദിവസം 22 ഫോമേ പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. മൊത്തം 30 ദിവസം കൊണ്ട് എത്ര ഫോം പൂരിപ്പിക്കണം? 1200-ഉം 1300-ഉം ചിലയിടങ്ങളിൽ 1600-ഉം. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ഈ അനീഷ് ജോർജിന് മാത്രം 1149 ഫോം പൂരിപ്പിക്കാനുണ്ടായിരുന്നു. 417 വീടുകൾ കയറാനുണ്ടായിരുന്നു. അതിൽ ഇനി 245 ആ മനുഷ്യന് ബാക്കിയുള്ളൂ. അത്രയും അദ്ദേഹം ചെയ്തു. ഒരു സാധാരണ UP സ്കൂളിലെ ഒരു പിയൂണായ, അത്യാവശ്യം മിനിമം മാത്രം സംസാരിക്കുന്ന, ആരുമായിട്ടും ഒരു തല്ലിനും പിടിക്കും പോവാത്ത, ആ രീതിയിൽ ഒന്നും തന്നെ പുറം ലോകവുമായിട്ട് ഒരുപാട് ബന്ധമില്ലാത്തൊരു സാധു മനുഷ്യനാണ് അനീഷ് ജോർജ്. ആ മനുഷ്യൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടി ഏകദേശം 77% അദ്ദേഹം പൂർത്തിയാക്കി, രാവു പകലാക്കി. എന്നിട്ടും ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പോകുമ്പോൾ കിട്ടുന്നത് റെഡ് വരയാ, ചുമന്ന വര.
എന്നിട്ട് പറയാണ് നിങ്ങളിത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ജോലി തെറിപ്പിച്ചു കളയും എന്നുള്ള ഭീഷണിയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നത്. ആരുടെയൊക്കെ? തഹസീൽദാർമാരുടെ, ഡെപ്യൂട്ടി തഹസീൽദാർമാരുടെ, വില്ലേജ് ഓഫീസർമാരുടെ ഒക്കെ സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവരാരാ? ഒരു മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, കന്നുകാലിയെ പോലെയാണ് ഞങ്ങളോട് പെരുമാറുന്നതെന്നാണ്. കന്നുകാലിയെ പോലെയാണ് ഉത്തരവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏമാന്മാരറിയാൻ ഒരു കാര്യം, ഈ വീട്ടിലും ഈ നാട്ടിലുമൊക്കെയുള്ള ഈ BLOമാർ എന്ന് പറയുന്നത് അവർ വളരെ സാധാരണക്കാരായ ക്ലാസ് 3 ജീവനക്കാരാണ്. ഇവരെ തീരുമാനിച്ചതിനും പിശക് പറ്റിയില്ലേ? നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ ആശാ വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നൊരു പണി അവർക്ക് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകളെ അറിയാം, അവിടെ നിന്ന് പോയവരെ അറിയാം. ഇതങ്ങനെയല്ല. ഇന്ത്യ വരെ ഈ പണിക്ക് പോവാത്ത ഒരു ക്ലാസ് 3 ജീവനക്കാരനെ പിടിച്ചിട്ട് പറയാണ് നിങ്ങൾക്കൊരു വാർഡും അലോട്ട് ചെയ്തിട്ട് പറയാം. അയാളുടെ പഞ്ചായത്തിൽ വേറെ ഏതോ ഒരു വാർഡാണ്, അയാൾക്ക് ആ പഞ്ചായത്തിൽ അയാളുടെ വാർഡിലുള്ള മുഴുവൻ ആളുകളെ പോലും അറിയണമെന്നില്ല. മറ്റൊരു വാർഡിലേക്ക് ഇയാളെ ഡെപ്യൂട്ടി ചെയ്യാണ്, അതും ഇവരുടെ താല്പര്യമില്ലാതെ. ഇവർക്ക് പോസ്റ്റിംഗ് അടിച്ചു കൊടുക്കുക, പറയുകയാണ് എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. ഇവരെ ഒന്നും ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അത്രമേൽ ക്രൂരമായൊരു സമീപനമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ കൈക്കൊണ്ടതെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ സമയക്രമം നിശ്ചയിച്ചതിലുള്ള തെറ്റ്, അതിനുശേഷം ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്, ഫോമെല്ലാം തിരിച്ചു വാങ്ങേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇനി 24-ാം തീയതിക്ക് മുമ്പ് ആ എന്യൂമറേഷൻ ഫോമിൽ നിന്ന് വാങ്ങി അതിൻ്റെ തെറ്റുകൾ തിരുത്തി അത് മുഴുവൻ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ആപ്പിൽ ഡിജിറ്റലൈസ് ചെയ്ത് 24-ാം തീയതിക്ക് മുമ്പ് ക്ലാസ് 3 ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സാധാരണ വില്ലേജ് അസിസ്റ്റന്റ് ആണ്. ചില ആളുകൾ കുറച്ചുകൂടിയൊക്കെ കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആയിരിക്കും. 10-48-50 വയസ്സുള്ള ഈ UP ജീവനക്കാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ, അവർക്ക് ഇതിനകത്തൊന്നും വലിയ പ്രാവീണ്യമില്ല. ഇത്രയും വേഗത്തിലൊന്നും അവർക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കാതെയാണ് ഇവിടെയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ തീരുമാനിച്ചത്. വേറൊരു കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചോ, ഇരട്ടിപ്പണിയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ BLOമാർ. ഈ 25,000-ൽ എനിക്ക് തോന്നുന്നത് 60% വരുന്നത് സ്ത്രീകളാണ്. അതായത് അധ്യാപകരെയാണ് പെട്ടെന്ന് പിടിച്ചിരിക്കുന്നത്. എളുപ്പം അവരെ ഒരു ഓർഡർ അടിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ പ്രത്യേകിച്ച് അധ്യാപക മേഖലയിൽ കൂടുതലുള്ളതും അധ്യാപികരാണ്. ആ അധ്യാപികമാരുടെ കയ്യിൽ ഈ ഫോം കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ, നിർഭാഗ്യവശാൽ നമ്മളുടെ ജീവിതത്തിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള സാമൂഹിക ഘടനയനുസരിച്ച് ഇവരിവിടെ വീട്ടിലെ ഈ കൂലിയില്ല പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. കുഞ്ഞുങ്ങളെ നോക്കണം, രക്ഷിതാക്കളെ നോക്കണം, അതിനുശേഷം ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ വീട്ടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നോക്കണം. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇരട്ടിപ്പണിയാണ്. അവർ ആ വീട്ടിലെ പണിയും ചെയ്ത് രാവിലെ 4 മണിക്ക് ഒരു BLO എന്നോട് വിളിച്ചു പറയാണ്, ഒരു ചേച്ചി എന്നോട് വിളിച്ചു പറയാണ്, രാവിലെ 4 മണിക്കാണ് മോനെ എഴുന്നേൽക്കുന്നത്. വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഈ ഫോമുമായിട്ട് കുത്തിയിരിക്കും. പിന്നെ പിള്ളേരെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ നേരെ ഒരു ഓട്ടമാണ്. 7-8 മണി ആകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ബൂത്ത് ലെവൽ ഏജന്റിനെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, നേരെ പോവാണ്. അവർക്കറിയാത്ത വീട്ടിൽ, ചില വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഇല്ല, ഒറ്റയ്ക്ക് പോവാണ്. ഈ മേൽവിലാസമൊക്കെ കണ്ടുപിടിച്ച് പോവാണ്. ചിലപ്പോൾ ഭർത്താക്കന്മാർ കൂടി വരും, ഭാര്യമാരുടെ കൂടെ ആണെങ്കിൽ. രാവിലെ പോകുന്നത് വൈകുന്നേരം എത്തുമ്പോൾ 7-7:30 സമയം. അതിനിടയ്ക്ക് കുട്ടി തിരിച്ച് വീട്ടിൽ വരും, വീട്ടിലുള്ള രക്ഷിതാവിന് മരുന്നെടുത്ത് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെ പണിയെല്ലാം പൂർത്തിയാക്കി 10 മണിയാകുമ്പോൾ ഇത് ഫില്ല് ചെയ്യാനിരുന്ന 2 മണി 3 മണി സമയത്ത് കിടന്നുറങ്ങണം. സമ്മർദ്ദം ഉണ്ടാവൂലേ? ഇതല്ലേ ഈ ജോബ് പ്രഷർ എന്ന് പറയുന്നത്? ഇത്ര തിടുക്കപ്പെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് ചെയ്യാൻ ഇപ്പോഴാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യം വന്നത്? SIR വേണം, SIR നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ സമയം ഷെഡ്യൂൾ ചെയ്യണമെന്നൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴാണ് ബോധ്യം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി പ്രശ്നമുണ്ടെന്നേ, ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഈ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന നിസ്സഹകരണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവരിൽ പലരും സംശയത്തിൻ്റെ കണ്ണുകളോട് കൂടിയാണ് ഈ പാവം ബൂത്ത് ലെവൽ ഓഫീസർമാരെ കാണുന്നത്. എനിക്ക് എല്ലാ വോട്ടർമാരോടും പറയാനുള്ളത്, ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ അങ്ങോട്ട് പോയി ചോദിച്ചു വന്ന ഏർപ്പാടല്ല SIR. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അടിച്ചേൽപ്പിച്ചൊരു ജോലിയാണ്. അത് ചെയ്യാൻ വരുന്ന ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിങ്ങൾ മോദിയുടെ ഏജന്റ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് ശിക്ഷിക്കാൻ നിൽക്കരുത്, അവരെ ക്രോസ് ചെയ്യാൻ നിൽക്കരുത്. അവർ വന്ന് ഈ ഫോം തരുന്നു, അത് നിങ്ങളത് പൂരിപ്പിച്ച് കൊടുക്കുക. പലർക്ക് സംശയങ്ങളാണ്, ഞങ്ങളെ ഒഴിവാക്കാനല്ലേ നിങ്ങൾ വന്നത്, ഞങ്ങൾ ഒഴിവാക്കില്ലേ? പാവം ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ത് പഠിച്ചു? എൻ്റെ ചേച്ചിയൊക്കെ ചോദിക്കുക, ഞാൻ മോദിയുടെ ഏജന്റ് ആണെന്നും പറഞ്ഞ് ചില വിഭാഗം ആൾക്കാർ പിടിച്ചു നിർത്തിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു വകതിരിവുമില്ലാതെയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു കളക്ടറുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശമാണ്, അയാൾ ടെർമിനേറ്റ് ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ടെർമിനേറ്റ് ചെയ്ത് പറയാൻ? ഇയാളാണ് രാജാവാണോ ഈ കളക്ടർ? ഇത്തരം ഉത്തരവാദിത്വമില്ലാതെ, ഒരല്പം പോലും സഹാനുഭൂതിയില്ലാതെ, ഒരു കമ്പാഷനേറ്റ് അല്ലാതെ ഇങ്ങനെയൊരു പ്രൊസീജിയർ നടത്തിയതുകൊണ്ട് ജനാധിപത്യം എങ്ങനെ പൂവണിയും എന്നാണ് ഈ ഉദ്യോഗസ്ഥ പുങ്കവന്മാർ കരുതിയിരിക്കുന്നത്. അങ്ങേറ്റം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും UDFും LDFും ഒരുമിച്ച് പറഞ്ഞതല്ലേ. BJP പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവസാനത്തെ സമയത്ത് പറഞ്ഞത് മാറ്റിവെച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല എന്നാണ്.
എന്നിട്ടും ഇത് ഈ സമയത്ത് നടപ്പിലാക്കണമെന്നുള്ള വാശി ആരെ സന്തോഷിപ്പിക്കാനാണ്, ആർക്കു വേണ്ടിയാണ് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമുക്കൊക്കെയുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. നമ്മുടെ ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗാർഡിയൻ രക്ഷിതാവായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെ ചവിട്ടിത്തേക്കുന്ന ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്ന അവസ്ഥയിലേക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. ഇത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന BLOമാരടക്കം ആത്മഹത്യ ഒന്നിനും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമേ അല്ല. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. നിങ്ങൾ ഇന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ് പോലെ ഈ പൊതുസമൂഹം നിങ്ങൾക്കൊപ്പമുണ്ട്. നാളെ മുതൽ ഈ BLOമാർ വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ പൊതുസമൂഹം ഇറങ്ങുക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിവരവും ഉണ്ടാവില്ല. ഇവരെ നിയന്ത്രിച്ചു നിർത്തുന്ന ഈ കളക്ടർമാർ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു സഹാനുഭൂതിയും ഉണ്ടാവില്ല. പക്ഷേ ഇതേപോലെയുള്ള സ്ത്രീകളായിട്ടുള്ള BLOമാർ എത്തുമ്പോൾ അവരോട് അല്പം കരുണയും അവരോട് സഹകരിക്കാനുള്ള മനോഭാവമെങ്കിലും ഇനി നിങ്ങൾ കാട്ടണം. അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൊരു വഴിയുള്ളൂ. കോടതിയിൽ പോയി, പക്ഷേ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വരുമെന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. എന്തായാലും നിർഭാഗ്യകരമായി പോയി. ഇത് ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത ഞാണിന്മേൽ കളിയാണ്. ഈ ദിവസം ഒന്ന് കഴിഞ്ഞെങ്കിൽ എന്ന് കരുതിയിരിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ 2 കൊലകളുടെയും ഉത്തരവാദിത്വം പരോക്ഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമരഹിതമായ ആസൂത്രണത്തിലാണ്. SIR തീവ്ര ശിക്ഷയോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ്, ഇതിൽ കൂടുതൽ ശിക്ഷ ഒരു BLOയ്ക്ക് നൽകാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ BLAനെ ആരാ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. BLA രാഷ്ട്രീയ പാർട്ടികളാണല്ലോ കൊടുക്കേണ്ടത്. ഈ BLAനെ കൂടെ BL എഴുതി കൊടുക്കുന്നത്. ഒരു BLOനെ പോസ്റ്റ് ചെയ്തു, കൂടെ BLAനെയും കൂടെ കൊടുക്കുമല്ലോ. അവർ തന്നെ കണ്ടെത്തി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ കാല് പിടിച്ച് കിട്ടിയില്ല. അത് മാത്രമേ ഉള്ളൂ. ഈ സ്ഥാനാർത്ഥി തന്നെ പറയാം, ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അത് കുറ്റമാണ്. നോർമലി കുറ്റമല്ലേ? അപ്പോൾ അതിനകത്ത് എന്ത് കാര്യമുള്ളത്? ഒരു സ്ഥാനാർത്ഥി ഈ BLOൻ്റെ ഒപ്പം പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് ആ അർത്ഥത്തിൽ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ? സത്യം പറഞ്ഞല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തൻ്റെ ഇടം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം. കാരണം LDF UDF ഒക്കെ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒരു വീട്ടിൽ ഇത് പൂരിപ്പിക്കില്ല. തൻ്റെ അടുത്തുകൂടി പറയാൻ കഴിയണം. UDFകാർ പറയണം. കേരളത്തിലെ ഏകദേശം 33% വോട്ടുണ്ടെന്ന് പറയുന്നത് UDFകാരാണല്ലോ. പറയണം, എന്നെക്കൊണ്ട് പറ്റില്ല, ഞങ്ങളുടെ വീട്ടിലൊന്നും പൂരിപ്പിക്കില്ല. LDFകാർ പറയണം, ഈ 30 ദിവസം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പൂരിപ്പിക്കില്ല എന്ന് പറയണം. ഇവരല്ലേ ഇവരോട് നിൽക്കേണ്ടത്? നിഷ്പക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ആഗ്രഹിക്കുന്നതിൽ നിഷ്പക്ഷമായ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവണ്ടേ, ആ വോട്ടിംഗ് സംവിധാനം ഉണ്ടാവണ്ടേ? അത് തൻ്റെ അടുത്തോടുകൂടി പറയാൻ പറ്റണ്ടേ? ഇവിടെ നടക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ കേരളമാണ് ഭയങ്കര രാഷ്ട്രീയ പ്രഭുത്വം എന്ന് പറയുന്ന കേരളത്തിൽ നടക്കാൻ പറ്റില്ല. ബീഹാറിലെയും ഗുജറാത്തിലെയൊക്കെ അവസ്ഥ പറയണോ? ഇവിടെ BJP വിചാരിച്ചാൽ മാത്രം നടക്കില്ല എന്ന് നമ്മൾ തൻ്റെ അടുത്തോടുകൂടി പറയുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചില്ലേ? LDF പോയില്ലേ, UDF പോയില്ലേ, ലീഗ് പോയില്ലേ, എല്ലാവരും പോയി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ മലപ്പുറം ജില്ലയിൽ 35% വരുന്ന ആൾക്കാരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു മാസം കൊണ്ട് ഇവരെന്താ ചെയ്യുക? 35%. കാരണം ഗുജറാത്ത് അങ്ങനെയല്ല, ആന്ധ്രേൻ്റെ അങ്ങനെയല്ല, ബീഹാർ അങ്ങനെയല്ല. 35% വരുന്ന 35-40% വരുന്ന വിദേശത്ത് ജോലി ചെയ്യുന്നവരെന്താ ഈ ഒരു മാസം കൊണ്ട് ലീവ് എടുത്തിട്ട് വരണോ? പൂട്ടിയുടെ വീടുകൾ കേരളത്തിലെ 30% വീടുകൾ പൂട്ടിയിട്ടേക്കാണ്. കോട്ടയം ജില്ലയിലെ പല വീടുകളും പൂട്ടിയിട്ടേക്കുക. അവരെന്താ ചെയ്യേണ്ടത്? അമേരിക്കയിലും കാനഡയിലും ഒക്കെ ജോലി അവസ്ഥയായി പോയ ആൾക്കാരെന്താ ചെയ്യേണ്ടത്? ഇവരെന്താ ചെയ്യേണ്ടത്? ചോദിക്കുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ചോദിക്കുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പൂരിപ്പിക്കൂ, എന്നിട്ട് നിങ്ങൾ അവിടുത്തെ ഈ BLOൻ്റെ നമ്പർ എവിടുന്നാണ് കിട്ടുന്നത്? പല വീടുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരറിഞ്ഞിട്ട് പോലുമില്ല. പല വിദേശത്ത് ജോലി ചെയ്യുന്നവർ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു സ്ഥാനം ഇവിടെ നടക്കുന്നതായിട്ട്. എന്താ എന്ത് ലോജിക്കോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് പറയുകയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളല്ലേ ഏറ്റെടുത്ത് മുന്നോട്ട് വെക്കേണ്ടത്? അതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ യോഗം വിളിക്കുന്ന സമയത്ത് ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇത് ഈ കേരളത്തിൽ നടപ്പിലാവില്ല, ഇങ്ങനെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരണം. അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ? എന്നിട്ട് എന്താ തീരുമാനിച്ചു വെച്ചിട്ടില്ലെന്നറിയോ? ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ പോട്ടെ, അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് നോക്കാം എന്നുള്ളത്. അന്നേരം എന്താ സംഭവിക്കാമെന്നറിയോ? അന്നേരത്തെ ഒരു കൂട്ടിച്ചേറലും കുറക്കലും ഉണ്ട്. അതോടുകൂടി തീർന്ന് വെടിക്കെട്ട്. അതോട് നിങ്ങൾ ഒരു മണ്ഡലത്തിൽ ഒരു നിയമസഭ 140 മണ്ഡലമാണല്ലോ, ഒരു നിയമസഭ മണ്ഡലത്തിൽ 10,000 വോട്ട് നഷ്ടപ്പെട്ടാൽ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വാർഡിൽ 250 വോട്ട് നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിക്കുക. 100 വോട്ട് നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? പല ആൾക്കാരും നമുക്കറിയാലോ, മലപ്പുറം ജില്ലയിൽ ഒരു 40% ആൾക്കാർ ഇലക്ഷൻ സമയത്ത് വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരാണ്. കോട്ടയം ജില്ലയിലെ ആൾക്കാർ പലരും തിരിച്ചു ഇവിടെ വന്നിട്ട് പോവുകയാണ്. പത്തനംതിട്ടയിലെ പല ആൾക്കാരും കാനഡയിലും അമേരിക്കയിലാണ്. അവർ വോട്ട് സമയത്ത് വന്ന് തിരിച്ചു പോവുകയാണ്. അവർ ആ സമയത്ത് വരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്കൊരു വോട്ടുണ്ടാവില്ല. ഇപ്പോൾ BLAമാരില്ല. ഇപ്പം ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകാൻ ആളെ കിട്ടാത്ത സ്ഥലത്താണ് BLA പോകേണ്ടത്. പല 50 വയസ്സും 45 വയസ്സുമായ സ്ത്രീകൾ ഈ മലയൊക്കെ കയറി ഇറങ്ങി. ഈ വയനാടിൻ്റെയും ഇടുക്കിൻ്റെയും ഒക്കെ ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250-300 മീറ്റർ അപ്പുറമാണ്, 1 കിലോമീറ്ററൊക്കെയാണ് ഒരു വീട് ടു ഒരു വീട്. അവിടെ 1000 വീടിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് കൈ കൊടുത്താൽ നടന്നെത്താൻ പറ്റുമോ? വണ്ടി ഉണ്ടോ? കാട്ടുമൃഗങ്ങൾ ഈ രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ എത്തിച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുക?
എന്നിട്ട് ഒരു കളക്ടർ എഴുതി വെച്ചേക്കാണ് അദ്ദേഹത്തിന് ജോലി സമ്മർദ്ദം ഇല്ല എന്നുള്ളത്. സത്യസന്ധമായി അതെങ്കിലും എഴുതിക്കൂടെ? ഇദ്ദേഹത്തിന് ജോലി സമ്മർദ്ദത്തോടു കൂടിയാ ഇതേ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ് ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കൊന്നുമില്ലല്ലോ. കളക്ടർക്ക് അതിന് നടപടി വരുമോ? കാരണം അതേ സത്യസന്ധമായ കാര്യം എഴുതി വെക്കുന്നത്. അവരെ വീട്ടുകാർ പറയുന്നു ഇതാ എനിക്ക് ഭയങ്കര ജോലി സമ്മർദ്ദം, അതെങ്കിലും സത്യസന്ധമായിട്ട് എഴുതി വെക്കണ്ടേ? അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ട് അതുപോലും കൊടുക്കാൻ സമ്മതിക്കില്ല, അതും ഇല്ലാന്ന് എഴുതി വെക്കുകയാണ്. ഇത് പല ആൾക്കാരുടെ അവസ്ഥയാണ്. ഈ അംഗനവാടി ടീച്ചർമാർ അവരോടാണ് പറയുന്നത്. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ പിയൂൺമാരെയാണ് ഇതിന് പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവരോടാണ് പറയുന്നത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തോളെ. എന്തോ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒന്നാമത്തെ കോളത്തിൽ പറഞ്ഞത് ആദ്യത്തെ കോളത്തിൽ പോയി നോക്കാൻ. ആദ്യത്തെ കോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പോൾ അതെവിടെയുള്ളത്? അത് 2002 തുടങ്ങി 2004 വരെ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ലിസ്റ്റ് ഓൺലൈനിൽ കണ്ടത് ഏത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലുണ്ട്. ആ സൈറ്റിൽ പ്രിൻ്റ് എടുത്ത് നോക്കണം എന്നുള്ളത്. ആ പൈസ ആരാണ് കൊടുക്കുന്നത്? അത് നോക്കാൻ നടക്കുന്ന കാര്യമാണോ? ഇത് നോക്കാൻ പ്രാവീണ്യമുള്ള ആളാണോ ഈ BLO? ഒരു വീട്ടിൽ ചെന്ന് അത് എഴുതി ചേർക്കാൻ പറ്റുമോ? ഇതെൻ്റെ ഫോമാണ്, എനിക്ക് തന്നെ ഇത് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് 2002 വോട്ടില്ല. അപ്പോൾ 2002 വോട്ടിപ്പം ഇത് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമയമാണ്? എന്നിട്ട് അതിന് 10 ദിവസം സമയം കൊടുക്കുകയാണ്. 10 ദിവസം കൊണ്ട് ഇത് പൂരിപ്പിച്ച് തിരിച്ചു തന്നില്ലേ നിങ്ങളെ തൂക്കാൻ വയ്ക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കളക്ടർമാരുടെയൊക്കെ വർക്ക് പ്രഷർ, കാരണം ഒരു കളക്ടറുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? നോർമലി ഉള്ള അവസ്ഥയാണ് പറയുന്നത്. ഒന്നെന്താ, ഈ ഇലക്ഷൻ്റെ ചാർജ് അദ്ദേഹത്തിന്, ഈ SIRൻ്റെ ചാർജ് അദ്ദേഹത്തിന്. ഞാൻ പറയും സാധാരണക്കാരല്ല, ഒരു കളക്ടർ അറ്റാക്ക് ഒന്നുമായിരിക്കും. ഒരു കളക്ടർ ഞാൻ എനിക്ക് പരിചയമുള്ള രണ്ട് കളക്ടർമാർ സംസാരിച്ചു. അവർക്ക് ഫോൺ എടുത്തിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലെന്നേ. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്, വാർഡ് ലെവൽ ഇലക്ഷൻ നടക്കുകയാണ്. മുനിസിപ്പാലിറ്റീൻ്റെ ചാർജ്, പഞ്ചായത്തിൻ്റെ ചാർജ്, കോർപ്പറേഷൻ ചാർജ്, ജില്ലാ പഞ്ചായത്തിൻ്റെ ചാർജ്, ഇത്രയും ചാർജ് ഒരു കളക്ടറുടെ തലയിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇതുപോലൊരു ബ്രഹ്മാണ്ഡ സാധനം എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ജില്ലയിലെ ഭരണ സംവിധാനങ്ങളുടെ മുഴുവൻ ചാർജ് വേറെ. ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ, ഇവരെങ്ങനെയാണ്? ഒരു കളക്ടറാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് എന്താണ്? എന്നിട്ട് അവരെന്താ പറയുക? അവർക്ക് ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പറയും എനിക്ക് ഈ സാധനം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. എനിക്കിതാ SIR കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. അപ്പം ഇതുപോലെ ഇതിനൊക്കെ ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട കേരളത്തിൽ. ഇതിനൊക്കെയാണ് പ്രതികരണ ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്. എന്നിട്ട് ആത്മഹത്യ, ഒരു ജോലി സമ്മർദ്ദം വേണ്ടിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അത് BLA കോൺഗ്രസിൻ്റെയാണ്, ഇത് BLA BJPൻ്റെയാണ്, ഇത് BLA CPMൻ്റെയാണെന്ന് പറഞ്ഞ് നടക്കണം. അതാണ് ഇവിടെ പറയേണ്ടത്. അത് പറയേണ്ട സ്ഥലമാണോ ഇത്? ഒരു BLA സ്ഥാനാർത്ഥിയുടെ കൂടെ പോയി, ഏത് വോട്ടർമാരുടെ കൂടെ പോയി അത് ഭീഷണിപ്പെടുത്തിയിട്ട് വെറുതെ പറഞ്ഞ കളയാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഉണ്ട് എന്ന് വെക്കുക തന്നെ, അതാണോ ഇവിടുത്തെ കാര്യം? അങ്ങനെ BLOൻ്റെ കൂടെ BLA പോയതുകൊണ്ടാണോ സംഭവിച്ചെങ്കിൽ കൂടെ അങ്ങനെയാണോ ഈ സമയത്ത് പറയേണ്ടത്? കാരണം യഥാർത്ഥ സത്യം മറച്ചു വെച്ചിട്ട്, യഥാർത്ഥ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാണ്. ഈ ഇലക്ഷനിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം നമ്മൾ പ്രബുദ്ധ കേരളമാണ്. സാക്ഷരതയിൽ നമ്മൾ നമ്പർ 1 ആണ്. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ്. ഒരു പ്രതികരണ ശേഷിയില്ല. ആ കാര്യത്തിനനുസരിച്ച് പ്രതികരിക്കാനായിട്ട് പോകില്ല. രാഷ്ട്രീയ പാർട്ടികളായി ഞാൻ പറയുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസറെ പറഞ്ഞേക്കാണ്, എന്നാ പിടിച്ചോ 30 ദിവസം സമയം തന്നിരിക്കുന്നു. അദ്ദേഹത്തിന് പറഞ്ഞ് ചെയ്യാനില്ല, കാരണം അദ്ദേഹത്തിന് മേലെ റിപ്പോർട്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ ആൾക്കാർ സഹകരിച്ചില്ലുണ്ടല്ലോ, അതോടുകൂടി അവസാനം. ഇങ്ങനെയാണെന്ന് തോൽപ്പിക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരോട് സമരം നടത്തി അങ്ങനെയല്ല തോൽപ്പിച്ചത്. ഇത് അതിനേക്കാളും അപ്പുറമാണ്. നിസ്സഹരിച്ച് അതിനെ അല്ലത്. ഇപ്പം ഞാൻ പറയാം 30% CPM BJP കോൺഗ്രസും കൂടെ വിചാരിച്ചു, ലീഗും കൂടെ വിചാരിച്ചു കേരളത്തിൽ ഇതിനെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി 30% വെച്ചിട്ട് കേരളത്തിൽ വോട്ടർ പട്ടിക നടപ്പിലാക്കുന്ന വിചാരിക്കുന്നത്? അങ്ങനെ നടപ്പിലാക്കുമോ? എന്നിട്ട് അടുത്ത ഇലക്ഷൻ 30% ആൾക്കാരെ വെച്ചിട്ട് കേരളത്തിൽ നടപ്പിലാക്കുമോ? ഹൈക്കോടതിക്ക് ഒന്നും ചെയ്യാനില്ല, കാരണം തീരുമാനം എടുക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യമാണ്, ഹൈക്കോടതികൾക്ക് ഒന്നും ചെയ്യാനില്ല. സുപ്രീം കോടതിക്കാണ് തീരുമാനം എടുക്കേണ്ടത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ 30% സുപ്രീം കോടതി പറയുമോ? 30% വെച്ച് കേരളത്തിൽ ഇലക്ഷൻ നടത്തിക്കോളാൻ പറയുമോ? ബാക്കി 70% ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഇതൊന്നും ആലോചിച്ച് തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് ഇനി ഇത് സത്യസന്ധമായി ഇത് പൂർത്തീകരിക്കുമോ? 30 ദിവസം കൊണ്ട് ഇത് ഓരോ വീടുകളിലും എന്താ അവസ്ഥ എന്നറിയോ? ഓരോ വീടുകളിലും അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് പൂരിപ്പിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വന്നിട്ട് രാത്രി ഇത് പൂരിപ്പിക്കണം. 1200 ഫോമാണ് പൂരിപ്പിക്കേണ്ടത്. ഒരക്ഷരം മാറിപ്പോയാണ്ടല്ലോ ഈ പറയുന്നതാണ് ആധാർ നമ്പർ 11 ആധാർ നമ്പർ ഒരക്ഷരം മാറിപ്പോയാൽ തീർന്നു വെടിക്കട്ടെ. ഇതാണല്ലോ ഓൺലൈൻ അടിച്ച് കയറ്റുക. ഈ സാധനമാണ് ഓൺലൈൻ. അതെപ്പോഴാണ് ക്രോസ് ചെക്ക് ചെയ്യുന്നത്? അപ്പോൾ അത് അടുത്ത ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒറ്റ ഒഴിവാക്കലാണ്. ആ ഒഴിവാക്കൽ എത്രയാണ് പോകുമെന്നറിയോ? 10, 20, 25 ലക്ഷം ഓട്ടോ ഒറ്റയടിക്കാൻ പോകും. കാരണം എന്താ? ക്രമരഹിതമായി ആഡ് ചെയ്തതിനകത്ത് തെറ്റ് വരുത്തിയത് ആരായിരിക്കും? ചിലപ്പം ഈ BLO ആയിരിക്കും.
വോട്ട് പോകുന്ന ആരാ? ഈ ദുബായിൽ കിടക്കുന്നവരും ഖത്തറിൽ കിടക്കുന്നവരും വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് വോട്ട് ഉണ്ടാവില്ല. ചോദിക്കുമ്പോൾ എന്താ, നിങ്ങൾ വോട്ടർ പട്ടികയിലില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് പോയി. ഇതാണ് ബീഹാറിൽ സംഭവിച്ചത്. ഒറ്റയടിക്കടുത്ത് ദൂരെ കളഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനൊക്കെ എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജീവിതാവസാനം വരെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. SIR തീവ്ര ശിക്ഷയോ എന്നാണ് ചോദ്യം. 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.